ഹായ് കൂട്ടുകാരെ, ഏവർക്കും ഓം സ്വീറ്റ് ഹോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടാലോ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താലികെട്ട് വീഡിയോ ആണ്. താലികെട്ട് മാത്രമല്ല കേട്ടോ, ഇതിൽ താലികെട്ട് റിസപ്ഷൻ്റെ ആഡാക്കിയിട്ടില്ല. താലികെട്ടും പിന്നെ പെണ്ണിനെയും ചെക്കനെയും ഗൃഹപ്രവേശം ചെയ്യിക്കുന്നതും ഒക്കെ കൂടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ. പക്ഷെ ഭയങ്കര രസമായിരുന്നു ഈ വീഡിയോ. ഈ കല്യാണ ദിവസം നല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമുക്ക് തിക്കും തിരക്കൊന്നുമില്ലാതെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം കഴിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ റെഡി ആവണം, അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചൊരു കല്യാണമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഇളയച്ചും സെയിം ഒരേപോലത്തെ സാരിയൊക്കെ കൊടുത്ത് നല്ലോണം ഒരുങ്ങി, അങ്ങനെ ഒരുപാട് മേക്കപ്പ് ആക്കിയെന്നല്ല, എന്നാൽ മനസ്സിന് നമ്മൾ ആഗ്രഹിച്ച പോലൊക്കെ ഒരുങ്ങി വന്നു കല്യാണത്തിന് അറ്റൻഡ് ആകാൻ പറ്റും. ഞാനിപ്പോൾ കുറേ കല്യാണം അറ്റൻഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴൊക്കെ റെഡി ആവാനും പറ്റുമെന്നില്ല, എല്ലാം നല്ല തിക്കും തിരക്കിയിരിക്കും. പക്ഷേ ഈ കല്യാണത്തിന് നല്ല ടൈം എടുത്ത് ഒരുങ്ങിയൊക്കെ സമയമുണ്ടായി, മുഹൂർത്തത്തിനായാലും ഒക്കെ സമയമുള്ളതുകൊണ്ട് നമുക്കും നമ്മൾ ആഗ്രഹിച്ച പോലെ റെഡി ആവാൻ പറ്റി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ പുറത്തേക്ക് നിർത്തി ദേവിയുടെ മുമ്പിലേക്കായിട്ട് നമ്മളെല്ലാം ചെക്കനെയും പെണ്ണിനെ നിർത്തിയിട്ട് പുറത്തുനിന്നായിരുന്നു താലികെട്ട്. അപ്പോൾ ഇതാണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേപോലത്തെ സാരി, ഏകദേശമല്ല ഒരുപോലത്തെ സാരിയായിരുന്നു. അപ്പോൾ ഇതാ ചെക്കൻ മാല അണിയിച്ചു പെണ്ണിന്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നു, ചെക്കൻ്റെ പങ്ങളിൽ നിന്നുള്ള സ്ഥാനത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ താലി കെട്ടുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ മുടി അവൾ ബന്നാണ് കെട്ടി, മറ്റേ പൂവൊക്കെ വെച്ച് കവറാക്കി കെട്ടിയിട്ടുണ്ടെങ്കിലും എന്തിനെങ്കിലും വേണ്ടി വരില്ല, ബാക്കിൽ ഒരാൾ നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നിന്നു. ചുമയ്ക്കൊരു അറുതിയില്ല കേട്ടോ, ഭയങ്കര ചുമയാണ്. അത് കാര്യമാക്കണ്ട, നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും, സെറ്റാവും. അങ്ങനെ മാല ഇട്ടു. ഇതിപ്പോൾ അടുത്ത് താലികെട്ട് ചടങ്ങിലേക്ക് എന്തായാലും നല്ല ശുഭകരമായിട്ട് തന്നെ അടിപൊളിയായിട്ട് താലി ചാർത്തുകയാണ് നമ്മുടെ ചെക്കൻ പെണ്ണിൻ്റെ കഴുത്തിലേക്ക്. ഇതാണ്ടോ, അങ്ങനെ താലിയൊക്കെ കെട്ടി എന്താ അടിപൊളിയായിട്ട് താലി കെട്ടുന്നുണ്ട്. പക്ഷേ താലി കോർത്ത ചരടിന് ഒരുപാട് നീളമുണ്ടായതുകൊണ്ട് അവന് കെട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഞാൻ അവന് ബാക്കിൽ നിന്ന് ചെറിയ രീതിക്കൊക്കെ ഹെൽപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ബാക്കിൽ നിന്ന് കാണുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവനങ്ങനെ സക്സസ്ഫുള്ളി കെട്ടി, അടിപൊളി. അങ്ങനെ ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ താലികെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ്, പിന്നെ നമ്മൾ നേരെ മണ്ഡപത്തിലേക്ക് പോയി റിസപ്ഷനുള്ള റെഡിയാവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ റിസപ്ഷൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇടുമ്പോൾ ഭയങ്കര ലാഗാവും, കാണുമ്പോൾ ബോറടിക്കും. അങ്ങനെ താലി കെട്ടിയിട്ട് നമ്മൾ ആ കെട്ടിയ ചരടിൻ്റെ ബാക്കിലേക്കും കുങ്കുമവും മഞ്ഞളും വയ്ക്കും, താലിക്കും വയ്ക്കും. എന്നിട്ട് പെണ്ണിൻ്റെ കഴുത്തിൽ നിന്ന് താലി പിടിച്ചിട്ട് പൂജിക്കും. ഇതൊക്കെയാണ് വലിയ ചടങ്ങുകളൊന്നും, എന്നാലും ഏകദേശം ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. നിങ്ങൾ എൻ്റെ ഹെയർ ശ്രദ്ധിച്ചോ? എനിക്ക് എൻ്റെ അനിയത്തി കെട്ടി തന്നത് കേട്ടോ, നല്ല അടിപൊളിയായിട്ടില്ല. ഇപ്പം ഇങ്ങനെ ബാക്കിൽ നിന്ന് വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ പെർഫെക്റ്റ്, നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു. എന്താ, ഞാൻ പെണ്ണിൻ്റെ അമ്മേനെ വിളിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പെണ്ണിൻ്റെ അമ്മേനെ വിളിക്കാൻ. പെണ്ണിൻ്റെ കൈ ചെക്കൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടുള്ളത്. അങ്ങനെ അതിനൊക്കെ നമ്മൾ സാക്ഷിയായി. നമ്മൾ മാത്രമല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കൈ പിടിച്ച് കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാവരും സാക്ഷിയായി. അങ്ങനെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ അമ്പലത്തിൽ 3 വട്ടം രണ്ടുപേരും പ്രദക്ഷിണം വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പൂജയൊക്കെ ഉണ്ടായി കേട്ടോ, കുങ്കുമാർച്ചനയൊക്കെ ചെയ്ത് അങ്ങനെ മണ്ഡപം ഒരുക്കിയത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുങ്ങനെ. ഇപ്പോൾ ഞാൻ എടുത്തതല്ല, മോളെടുത്തിട്ടുണ്ട്. ചെക്കൻ്റെ പേര് കാർത്തിക്, പെണ്ണിൻ്റെ പേര് മോനീഷ. ഇത് ഞാൻ 3 ദിവസം തുടർച്ചയായി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഇങ്ങനെയായിരുന്നു മണ്ഡപത്തിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മണ്ഡപത്തിൽ നിന്ന് അടുത്തായിരുന്നു ചെക്കൻ്റെ വീട്. അമ്പലവും മണ്ഡപമൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ
എല്ലാവരും മണ്ഡപത്തിൽ നിന്ന് കാറിലാണ് വന്നത്. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്ന ഒരു ഇതാണിത്. അപ്പോൾ വന്നു കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് നമ്മൾ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്ത് കയറ്റൂലേ, അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് പെണ്ണിനെയും ചെക്കനെയും വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരതി ഒഴിയാൻ വേണ്ടി ഞാൻ ഇവരെ ബാക്കിലായിപ്പോയി വരാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും 3 പേരും കൂടി ഇങ്ങനെ ആരതി വീഴുകയാണ്. ഞാനും ഇളച്ചിയും പിന്നെ എൻ്റെ ചെറിയമ്മയും കൂടിയിട്ട് നമ്മൾ ആരതിയൊക്കെ ഒഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും വീട്ടിനകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. അങ്ങനെ അത് മംഗളകരമായി കഴിഞ്ഞു. ഇനിയുള്ളൊരിതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇനിയൊന്ന് പാവിൽ അരി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കഷ്ണം വെച്ച് ശർക്കര എന്നൊക്കെ പറയില്ലേ, അതും വെച്ച് അതിന് പെണ്ണ് ചവിട്ടിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് കേട്ടോ. അടിപൊളിയായിട്ട് അതും കഴിഞ്ഞ് സൂപ്പറായിട്ട് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പെണ്ണ് അകത്തേക്ക് കയറിയ ശേഷം നേരെ പോയി സ്വാമി റൂമിൽ വിളക്ക് വെക്കുകയാണ്. ദീപം തെളിയിച്ചിട്ട് പുതിയ ജീവിതത്തിലേക്ക് എൻ്റർ ആകുകയാണ് 2 പേരും. അപ്പം അങ്ങനെ ഞാൻ മാലയൊക്കെ ഊരി മേടിച്ചു. അവൾ സ്വസ്ഥമായിട്ട് വിളക്ക് വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ വിളക്ക് വെച്ചു. അവരങ്ങനെ പുതിയൊരു ജീവിതത്തേക്ക് നല്ല എല്ലാവരുടെയും ബ്ലെസ്സിങ്സോടുകൂടി കിടക്കുകയാണ്. അപ്പോൾ 2 പേർക്കും വൺസ് അഗെയിൻ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബായ്.